Good morning, my dear students. Today our topic types of accounts. Second chapter le customer of a banks ennullile next topic is types of account. What are the different types of accounts? Then അവിടെ നമുക്കറിയാം ഒരു ബാങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള അക്കൗണ്ട്സുകളാണ് സാധാരണ രീതിയിൽ ട്രീറ്റ് ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. ദെൻ അവിടെ ഫസ്റ്റ് വൺ ഈസ് സേവിങ്സ് ഡെപ്പോസിറ്റ്, സെക്കൻഡ് വൺ ഈസ് കറണ്ട് ഡെപ്പോസിറ്റ്, തേർഡ് വൺ ഈസ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആൻഡ് ഫോർത്ത് വൺ ഈസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ദീസ് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ ഈ ഓരോ അക്കൗണ്ട്സുകളെയും പരിചയപ്പെടുകയും അതേസമയം തന്നെ ഓരോ അക്കൗണ്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് പറയുകയാണ് ചെയ്യണത്. അപ്പോൾ ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫണ്ട്സ് ഫോർ ബാങ്ക്സ്. Banks try to attract deposit in many ways, but RBI tries to regulate the terms and conditions in order to avoid unhealthy competition by banks. However, in recent years, RBI is following the policy of deregulating the rate of interest on different types of deposits. RBI ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാ അക്കൗണ്ട്സിനെയും ഒരേ രീതിയിൽ ഒരു അൺഹെൽത്തി കോമ്പറ്റീഷൻ ഒഴിവാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദ റിലേഷൻ ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ സ്റ്റാർട്ട്സ് വിത്ത് ദ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് ബൈ ദ ബാങ്ക് ഇൻ ദ നെയിം ഓഫ് ദി കസ്റ്റമർ. ഒരു കസ്റ്റമറും ബാങ്കറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആരംഭിക്കുക? ബാങ്കർ കസ്റ്റമറുടെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ കസ്റ്റമർ ഒരു കസ്റ്റമറുടെ പേരിൽ തന്നെ ഒരു അക്കൗണ്ട് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നാണ് ബാങ്കറും കസ്റ്റമറും തമ്മിലൊരു റിലേഷൻഷിപ്പ് ആരംഭിക്കുന്നത് തന്നെ. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് ഹിസ് കസ്റ്റമർ സ്റ്റാർട്ട് വിത്ത് ദ ഓപ്പണിംഗ് ഓഫ് എൻ അക്കൗണ്ട് ബൈ ദ ബാങ്ക് ഇൻ ദ നെയിം ഓഫ് ദി കസ്റ്റമർ. ഒരു ബാങ്കിൽ ഒരു കസ്റ്റമറുടെ പേരിൽ ഒരു അക്കൗണ്ട് ആരംഭിക്കുമ്പോൾ മുതലേ ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻ ആരംഭിക്കുന്നു. ഇനീഷ്യലി ഓൾ ദ അക്കൗണ്ട്സ് ആർ ഓപ്പൺ വിത്ത് ഡെപ്പോസിറ്റ് ഓഫ് മണി ബൈ ദ കസ്റ്റമർ. ആദ്യം അത് ആരംഭിക്കുന്നത് ഇനീഷ്യലി അതെങ്ങനെയാണ്? ഓൾ ദി അക്കൗണ്ട്സ് ആർ ഓപ്പൺ വിത്ത് ഡെപ്പോസിറ്റ് ഓഫ് മണി ബൈ ദ കസ്റ്റമർ. ഹെൻസ് ദീസ് അക്കൗണ്ട്സ് ആർ കോൾഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ്. അതിന് നമ്മൾ ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് എന്നുള്ള പേര് അറിയപ്പെടുന്നു. ബാങ്ക്സ് ഓഫർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് ടു ഇറ്റ് കസ്റ്റമേഴ്സ്. ഏതൊക്കെ തരത്തിലുള്ള അക്കൗണ്ട്സുകളാണ്? സേവിങ്സ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആൻഡ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ഫസ്റ്റ് ചാപ്റ്ററിലെ കമേഴ്ഷ്യൽ ബാങ്കുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് കമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഫങ്ഷൻസ് പഠിക്കുമ്പോൾ തന്നെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യുകയും അതേസമയം പണം വായ്പയായിട്ട് കൊടുക്കുകയും ചെയ്യുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് കമേഴ്ഷ്യൽ ബാങ്കുകൾ പെർഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആക്സെപ്റ്റ് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ അതിൽ നമ്മൾ 4 തരത്തിലാണ് അതിന് ക്ലാസിഫൈ ചെയ്തിരുന്നത്. സേവിങ്സ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, അതേപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇനി അപ്പോൾ ശരിക്കും പറയുക വെച്ചാൽ ഒരു കസ്റ്റമർ ഒരു ബാങ്കിലൊരു അക്കൗണ്ട് ആരംഭിക്കുമ്പോൾ മുതലാണ് ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആരംഭിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് സേവിങ്സ് അക്കൗണ്ട്. ഒരു സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പഠിക്കാനുള്ളത് ചിലപ്പോൾ പലപ്പോൾ ക്വസ്റ്റ്യനൊക്കെ എന്താണ് സേവിങ്സ് അക്കൗണ്ട്, എങ്ങനെയാണ് ഒരു സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, സേവിങ്സ് അക്കൗണ്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് ദ സേവിങ്സ് അക്കൗണ്ട്, അതേപോലെ തന്നെ പാസ്ബുക്ക്, പേയിൻ സ്ലിപ്പ്, ചെക്ക്, ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുക എന്ന് പറയുന്നതാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക്. അപ്പോൾ ഫസ്റ്റിലെ നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് മെൻ ബൈ സേവിങ്സ് അക്കൗണ്ട്. കണ്ടോ, ഓരോ അക്കൗണ്ടുകളെയും വിശദമായിട്ട് പഠിക്കണം. ഇപ്പോൾ ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ നമ്മൾ ബാങ്കിൽ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അത് ഓപ്പൺ ചെയ്യുന്നതിൽ ഒന്നുകിൽ സേവിങ്സ് അക്കൗണ്ട്, അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട്, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, അല്ലെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ്. സേവിങ്സ് അക്കൗണ്ടാണ് സാധാരണ നമ്മളെല്ലാവരും ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് സേവിങ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ടാണ്. അല്ലാത്ത പക്ഷം കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് ബിസിനസ് ഹോൾഡേഴ്സ് മാത്രം, ബിസിനസ്മെൻ ചെയ്യുന്ന അക്കൗണ്ട്സ് ആണ് നമ്മളെന്ത് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ട് നമ്മൾ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഓപ്പൺ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു ആവർത്തന നിക്ഷേപങ്ങളാണ്. അപ്പോൾ സാധാരണ ഒരു കസ്റ്റമർ ബാങ്കിൽ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് സേവിങ്സ് അക്കൗണ്ട്, SB അക്കൗണ്ട് എന്നൊക്കെ പറയും. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, SB അക്കൗണ്ട് നിങ്ങൾക്കറിയാം, അത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ദെൻ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ ദ സേവിങ്സ് അക്കൗണ്ട് ഈസ് മെൻ ഫോർ ദ പീപ്പിൾ ഫോർ ദി ലോവർ ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പ്. ദീസ് പീപ്പിൾ വാണ്ട് ടു സേവ് എ പാർട്ട് ഓഫ് ദെയർ ഇൻകം ഇൻ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്. Then the main aim of savings account is to provide safer and at the same time profitable alternative to keeping money at home.
The class of customers of savings deposit are salaried person, small traders, farmers and artisans. അതായത് ദ മെയിൻ എയിം ഓഫ് സേവിങ്സ് അക്കൗണ്ട് ഈസ് ടു പ്രൊവൈഡ് സേഫർ ആൻഡ് അറ്റ് ദ സെയിം ടൈം പ്രോഫിറ്റബിൾ ആൾട്ടർനേറ്റീവ് ടു കീപ്പിംഗ് മണി അറ്റ് ഹോം. അതായത് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായിട്ട് അവരുടെ പണം നിക്ഷേപിക്കാനുള്ള ഒരു അക്കൗണ്ടാണ് ഇത് SB അക്കൗണ്ട് എന്ന് പറയുന്നത്, സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സെയിം ടൈം ഇറ്റ് ഈസ് എ സേഫർ ആൻഡ് സേഫ്റ്റി. ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ എമൗണ്ട് സേഫാണ്, അതേസമയം സേഫാണ്, അതേപോലെ തന്നെ പ്രോഫിറ്റബിൾ ആണ് എന്നൊക്കെ പറയാം. അതായത് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ 1000 രൂപ 2000 രൂപ 3000 രൂപയ്ക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് വലിയ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ നമ്മളത് പിൻവലിക്കുകയൊക്കെ ചെയ്യാനായിട്ട് ഒരു സേവിങ് ഹാബിറ്റ് കൂടെയുണ്ട്. സാധാരണ മിഡിൽ ഇൻകം ഗ്രൂപ്പിനെയും ലോ ഇൻകം ഗ്രൂപ്പിനെയും ഉദ്ദേശിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഒരു അക്കൗണ്ട് കൂടിയാണ് ഇത് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ സേവിങ്സ് ഡെപ്പോസിറ്റ് ആർ ഓപ്പൺ ചെയ്യുന്നത് സാലറീഡ് പേഴ്സൺ, അതേപോലെ തന്നെ സാലറീഡ് പീപ്പിൾ, സ്മോൾ ട്രേഡ്, ചെറിയ ബിസിനസ്മാനൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അതേസമയം ഫാർമേഴ്സ് ആൻഡ് ആർട്ടിസൻസ് ഇവരൊക്കെ ആരംഭിക്കുന്ന ഒരു അക്കൗണ്ടാണ് ഇത് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് സേവിങ്സ് അക്കൗണ്ട്? എങ്ങനെയാണ് ഈ സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? എന്താണ്? ദ മിനിമം എമൗണ്ട് റിക്വയർഡ് ടു ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് ഈസ് ₹100, ബട്ട് ദ മിനിമം ബാലൻസ് ടു അവൈൽ ചെക്ക് ഫെസിലിറ്റീസ് 1000. അതായത് ഇപ്പോൾ നമുക്കതൊക്കെ മാറിയിട്ടോ, ഒരു മിനിമം 100 രൂപ ഉണ്ടെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് പറയുന്നത്. ഇപ്പോൾ മിനിമം നമ്മളൊരു 500 രൂപയെങ്കിലും എന്ത് ചെയ്തിരിക്കണം, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ചിലവഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മിനിമം 2000 റുപ്പീസ് എങ്കിലും അവിടെ അക്കൗണ്ട് ബാലൻസ് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ചെക്ക് ഫെസിലിറ്റീസ് യൂസ് ചെയ്യാനായിട്ട് എന്നൊക്കെ പറയുന്ന നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന എമൗണ്ട് കാലങ്ങളായിട്ട് അതിങ്ങനെ ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതായത് മിനിമം ബാലൻസ് 500 റുപ്പീസും അതുപോലെ തന്നെ മിനിമം ബാലൻസ് എന്ന് പറയുന്നത് 2000ഉം ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാനായിട്ട് മിനിമം 500 റുപ്പീസ് എങ്കിലും നമ്മൾ ചിലവഴിച്ചിരിക്കണം. ആ കസ്റ്റമർ ക്യാൻ ഡെപ്പോസിറ്റ് എനി എമൗണ്ട് സബ്ജക്റ്റ് ടു മിനിമം ഓഫ് ₹5 എന്നൊക്കെ പറയുന്നുണ്ട്. എത്ര രൂപ വേണമെങ്കിലും നമുക്ക് ഏതിൽ നിക്ഷേപിക്കാവുന്നതാണ്? സേവിങ്സ് അക്കൗണ്ടിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഇറ്റ് കേരീസ് എ വെരി സ്മോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദ പ്രസൻറ്റ് റേറ്റ് ഈസ് ബിറ്റ്വീൻ 3.5 to 4.5%. സാധാരണ രീതിയിൽ വളരെ ചെറിയ തോതിലൊരു ഇൻട്രസ്റ്റ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് കൂടിയാണ് ഇത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. ബാങ്ക്സ് ഇമ്പോസ് സെർട്ടൻ റെസ്ട്രിക്ഷൻസ് റിഗാർഡിംഗ് വിഡ്രോവൽ ഓഫ് മണി ഫ്രം SB deposit. These restrictions are with regard to number and amount of withdrawal. Usually the annual withdrawal is limited to 150 times. അതായത് കറണ്ട് അക്കൗണ്ട് പോലെ ധാരാളം ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് സാധിക്കില്ല. ഇയർലി 150 ട്രാൻസാക്ഷനാണ് എവിടെ നടത്താനായിട്ട് പാടുള്ളൂ. ദെൻ അത് ഇത്തിരി കൂടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. SB അക്കൗണ്ട് പ്രകാരം നമ്മൾ ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. A minimum balance is required to kept in the account always. But for people below poverty line, banks provide the facility of no frills account in which the minimum balance is required to be kept. ഇപ്പോൾ മിനിമം പോവർട്ടി ലൈനിൽ താഴെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് നോ ഫ്രിൽസ് അക്കൗണ്ട് എന്ന് പറയുക, അതല്ലെങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ട് എന്നൊക്കെ പറയാം. സാധാരണ കുട്ടികളൊക്കെ സാധാരണ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് നോ ഫ്രിൽസ് അക്കൗണ്ട്. സീറോ ബാലൻസ് അക്കൗണ്ടുകളൊക്കെയാണ് ഇതിലുൾപ്പെടുക. അപ്പോൾ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ സാധാരണ സാലറീഡ് പേഴ്സൺസോ എംപ്ലോയീസോ ആർട്ടിസൻസ്, ഫാർമേഴ്സ് ഇവരൊക്കെ ഓപ്പൺ ചെയ്യുന്ന മിഡിൽ ഇൻകം അല്ലെങ്കിൽ ലോ ഇൻകം ഗ്രൂപ്പിനെ ഉദ്ദേശിച്ചുകൊണ്ട് ബാങ്കുകളിലെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് ഏതായിരിക്കും? സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. സാധാരണ ആളുകൾ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ്. അത് ക്ലിയർ ആയിട്ടുണ്ടാവും. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന് മിനിമം 500 രൂപ ഇട്ടിട്ട് വേണം നമ്മൾ തുടങ്ങാനായിട്ട്. 2000 രൂപയെങ്കിലും ബാലൻസ് വെച്ചിരിക്കണം. ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമാണ് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. SB അക്കൗണ്ടിന് നേരിയ തോതിലുള്ള 3.5 4.5 വരെയൊക്കെയുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റാണ് അതിന് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് സേവിങ്സ് അക്കൗണ്ട്? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമ്മൾ ആരംഭിക്കുന്നത്? ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചാൽ ഉണ്ടാകാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നെക്സ്റ്റ് ടോപ്പിക് എന്താണ് വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്? ദെൻ ഫസ്റ്റ് വൺ ഈസ് എൻകറേജസ് സേവിങ്സ്. നമ്മുടെ സേവിങ് ഹാബിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സേവിങ്സ് അക്കൗണ്ട് ഈസ് ടു എൻകറേജ് ദ സേവിങ് ഹാബിറ്റ് ഓഫ് ദ മിഡിൽ ഇൻകം ആൻഡ് സ്മോൾ ഇൻകം ഗ്രൂപ്പ്. വെൻ എ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് ദേ വിൽ ട്രൈ ടു ഡെപ്പോസിറ്റ് വട്ട് എവർ they could save. അതായത് ഓരോ കസ്റ്റമേഴ്സിനും എത്ര രൂപയാണ് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ ശരിക്കും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓരോ കസ്റ്റമേഴ്സിനെയും അവരുടെ സേവിങ് ഹാബിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. എൻകറേജ് സേവിങ്സ് എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
Then second point is security. Security means the entrusting the money with the bank eliminate the risk of the theft. Thus SB account provides security to the customer. Then second point is it provides more safety and security to the customers. Then നമ്മൾ പറയുന്നത് അഗെയിൻസ്റ്റ് ദ റിസ്ക് ഓഫ് തെഫ്റ്റ്. നമുക്കറിയാം നമ്മുടെ പണം കയ്യിൽ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നതിനേക്കാളും വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് അത് ബാങ്കിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അത് സേഫ് ആണ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. തീർച്ചയായിട്ടും വൺ ഓഫ് ദി ബെനിഫിറ്റ്സ് ഓഫ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇറ്റ് വിൽ എൻകറേജ് ദ സേവിങ് ഹാബിറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഓൾസോ ഇൻക്രീസ് ദ സെക്യൂരിറ്റി, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ടു ദ ഇൻഡിവിജ്വൽസ്. Then third point is generation of income. Although the rate of interest is small, depositors get regular interest from such deposits. Then third point generation of income. Income generate ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ the rate of interest is small, depositors get regular interest from such a deposit. അതായത് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ കൂടെ അത് ചെറിയ രീതിയിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് കൂടെയാണ്. Then next one is provision for emergency. Then it creates a fund for provision. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ നിക്ഷേപിക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ എമർജൻസി സിറ്റുവേഷൻ. സോ ഫോർ ലോവർ ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പ് ദ എമൗണ്ട് അവൈലബിൾ ഇൻ സേവിങ്സ് അക്കൗണ്ട് ഇൻ പ്രൊവിഷൻ ഓഫ് ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുള്ള പൈസ അവർ ചിലവഴിച്ച് പോവും. അപ്പോൾ അതുകൊണ്ട് ഫ്യൂച്ചറിലൊരു എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം എന്ന് കരുതിക്കൊണ്ട് അവിടെ ഒരു പ്രൊവിഷൻ കൂടിയുണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഫണ്ട് മൊബിലൈസ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ കൂടിയുണ്ട്. ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് ഈസ് ഫണ്ട്സ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. ദ സ്മോൾ എമൗണ്ട് ഓഫ് സേവിങ്സ് ഗെറ്റ് അക്യുമുലേറ്റഡ് ആൻഡ് ആർ യൂസ്ഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, ഷെയർസ്, സെക്യൂരിറ്റീസ് എക്സെട്ര. ദാറ്റ് മീൻസ് the small amount of savings get accumulated and are used for investment in real estate, gold and shares and securities. അവിടെ പറയുന്നത് ഫണ്ട് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ളൊരു ഫണ്ട് മൊബിലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ കൂടെ അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. What are the benefits of savings account? It will increase the saving habit of the individuals and it helps to it provides safety and security to investors and it is helpful for generating income and also it is the fund creating for the provision for emergencies and also then fund for investment. The next topic, opening എ സേവിങ്സ് അക്കൗണ്ട്. ഒരു 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഓപ്പണിംഗ് ഓഫ് എ സേവിങ്സ് അക്കൗണ്ട്. ഒരു സേവിങ്സ് അക്കൗണ്ട് നമ്മൾ എങ്ങനെയാണ് ആരംഭിക്കുക? സാധാരണ ഇപ്പോൾ നിങ്ങളൊക്കെ ഇനി ഒരു അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ആരംഭിക്കാനുള്ളവരുണ്ടാവാം. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ബാങ്കിൽ ഒരു കസ്റ്റമറായിട്ട് മാറുക, എങ്ങനെയാണ് നമുക്കൊരു SB അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക? അപ്പോൾ നിങ്ങൾക്കറിയാം അതിനൊരു അപ്ലിക്കേഷൻ ഫോം ആവശ്യമാണ്. അതേപോലെ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ അപ്ലിക്കൻ, നമ്മളെ പരിചയപ്പെടുത്താൻ ഒരാളുണ്ടായിരിക്കണം. സ്പെസിമെൻ സിഗ്നേച്ചർ ഓഫ് ദ ഫോട്ടോഗ്രാഫ്, ഓപ്പണിംഗ് ദ അക്കൗണ്ട്, ഒബ്റ്റെയിനിങ് ദ ഡോക്യുമെൻറ്റ്സ്, ഇതൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ. ദെൻ ഓപ്പണിംഗ് ഓഫ് എ സേവിങ്സ് അക്കൗണ്ട്, ആദ്യം തന്നെ നമ്മൾ ഒരു ബാങ്കിനെ സമീപിക്കണം. ബാങ്കിനെ സമീപിച്ചതിന് ശേഷം അവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള അപ്ലിക്കേഷൻ ഫോം റിക്വസ്റ്റ് ചെയ്തിരിക്കണം. അപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ വ്യക്തമായിട്ടുള്ള രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കണം. അതാണ് പറയുന്നത്. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടുള്ള രീതിയിൽ പേര്, അഡ്രസ്സ്, പാൻ നമ്പർ, ആധാർ നമ്പർ, എന്തൊക്കെയാണ് നമ്മൾ അവർ ആവശ്യപ്പെടുന്നത് വെച്ചാൽ അതിൻ്റെ ഫോട്ടോ കോപ്പി, ഏജ് തെളിയിക്കാനുള്ള ഏജ് സർട്ടിഫിക്കറ്റ്, SSLC കോപ്പി. അപ്പോൾ നമ്മൾ സാധാരണ ഒരു അപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ആ അപ്ലിക്കേഷൻ ഫോമിൽ നമ്മുടെ പേരും അഡ്രസ്സും വർക്കും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അതിൽ എഴുതിയിരിക്കണം. നമ്മളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതിയിരിക്കണം. അതേസമയം തന്നെ നമ്മുടെ ആധാർ നമ്പർ, പാൻ നമ്പർ, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിൻ്റെ ഏജ് തെളിയിക്കുന്ന SSLC സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെ കോപ്പികളെല്ലാം കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം. ഇങ്ങനെയാണ് നമ്മളൊരു അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അതിൻ്റെ കൂടെ ഈ ഡോക്യുമെൻറ്റ്സ് കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം. മാത്രമല്ല ഇത് ട്രൂ ആൻഡ് ഫെയർ ആണ് എന്ന് തെളിയിക്കാനായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ആൾ കൂടെ ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ അക്കൗണ്ട് ആരംഭിക്കുന്നത് അത് ബാങ്കിൽ ഓൾറെഡി അക്കൗണ്ട് ഉള്ള ഒരാൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണം. അതാണ് പറയുന്നത്. ആ ബാങ്കിൽ ഒരാൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതായത് ഒരു ജെന്യൂവിൻ റീസൺ ആണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ നമ്മൾ വേറെ മറ്റുള്ള ഒരു മാൽ പ്രാക്ടീസോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസിനൊന്നല്ല അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അതൊരു ജെന്യൂവിൻ ആയിട്ടുള്ള അക്കൗണ്ടാണ് എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മളെക്കുറിച്ച് അറിയുന്ന ഒരു വ്യക്തി നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണം. ഇത്രയും പ്രൊസീജിയറാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരിക.
അവിടെ ഫസ്റ്റ് വൺ പറയുന്നത് ദ അപ്ലിക്കേഷൻ ഫോമിനെ കുറിച്ചിട്ടാണ്. ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ദ പേഴ്സൺ ഹു വാണ്ട്സ് ടു ഓപ്പൺ എ SB അക്കൗണ്ട് ഷാൾ അപ്ലൈ ടു ദ ബാങ്ക് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് അപ്ലിക്കേഷൻ ഫോം. Then the form contains details of the customer, his phone number, identity proof, PAN, and his specimen signatures, and also declare that shall comply with the bank rules and regulations in force ടൈം ടു ടൈം. അതായത് ബാങ്കർ ആവശ്യപ്പെടുന്ന പക്ഷം എല്ലാ രേഖകളും സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു ആപ്ലിക്കേഷൻ ഫോം അവിടെ നിന്ന് വാങ്ങിയിരിക്കണം. യഥാവിധി ആ ഫോമെല്ലാം നമ്മൾ ഫില്ല് ചെയ്തിരിക്കണം. അതിൽ ഫില്ല് ചെയ്യേണ്ട കോളത്തിൽ നമ്മുടെ പാൻ നമ്പർ, അതുപോലെ തന്നെ ആധാർ നമ്പർ, പേര്, അഡ്രസ്സ്, ലൊക്കാലിറ്റി, സ്പെസിമെൻ സിഗ്നേച്ചർ, ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്തിരിക്കണം. ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയാണെന്ന് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം. അതാണ് ഫസ്റ്റ് പ്രോസസ്സിൽ നമ്മളോട് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ അപ്ലിക്കൻറ്റ്. നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു വ്യക്തി, നമ്മളെ അറിയാവുന്ന ഒരാൾ ബാങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണം. Before opening an account, the banker must ensure that the applicant is a respectable person and his intention is to open and operate a genuine bank account, and it is not a fictitious account opened for some other illegal or anti-social purpose. For this purpose, the bank may ask for the signature of the respectable person who is a regular customer of a bank of any other person who can consider as a respectable and reliable person. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു റെസ്പെക്റ്റബിൾ പേഴ്സൺ ആയിരിക്കണം, അതേസമയം ഒരു ബഹുമാന്യനായ ഒരു വ്യക്തി ആയിരിക്കണം, അതേസമയം റിലയബിൾ വിശ്വസനായ ഒരു വ്യക്തിയാണ് എന്ന് പറയുന്ന ഒരു നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരാളുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സ്പെസിമെൻ സിഗ്നേച്ചർ ആൻഡ് ഫോട്ടോഗ്രാഫ്. Every customer is required to give 2 or more specimen signatures. Recently, the customers are required to submit their photographs to prevent misuse of bank account by some of other persons. അതായത് പിന്നെ പറയാവുന്നത് സ്പെസിമെൻ സിഗ്നേച്ചേഴ്സ്. ഒരു കസ്റ്റമറുടെ തന്നെ നമ്മൾക്ക് ഒരു 3 4 ചിലപ്പോൾ 8 വരെയുള്ള സിഗ്നേച്ചറുകൾ നമ്മൾ ഒരേ സമയം നമ്മൾ സിഗ്നേച്ചർ ഇട്ട് കൊടുത്തിരിക്കണം. കാരണം നമ്മൾ എഴുതുന്ന എല്ലാ ചെക്കും ഇതേ സിഗ്നേച്ചറാണ് എന്ന് വെരിഫൈ ചെയ്യാനായിട്ട് സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് വെക്കും അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്തിരിക്കണം, സ്പെസിമെൻ സിഗ്നേച്ചർ ഇട്ട് കൊടുത്തിരിക്കണം. അതേസമയം തന്നെ ഫോട്ടോഗ്രാഫ്സ് അയാൾ തന്നെയാണോ എന്നുള്ള റീസെൻ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം. The next one is opening an account. The completion of formalities, the bank opens an account in the name of the applicant. ഇത്തരം ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്കർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു കസ്റ്റമറുടെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഒബ്റ്റെയിനിങ് ദ ഡോക്യുമെൻറ്റ്സ്, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ഓപ്പണിംഗ് ദ ബാങ്ക് അക്കൗണ്ട് ദ ബാങ്ക് ഹാൻഡ് ഓവർ ദ പാസ്ബുക്ക്, പേ ഇൻ സ്ലിപ്പ്, ഡ്യൂലി സീൽഡ് ചെക്ക് ബുക്ക് എക്സെട്ര. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് പറയുന്നതിൻ്റെ രേഖകൾ നമുക്ക് കൈപ്പറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് ആ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എന്ന് പറയുന്ന അറിയപ്പെടുന്ന അതിൻ്റെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് പാസ്ബുക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് പാസ്ബുക്ക് അവൈലബിൾ ആയിരിക്കണം. പാസ്ബുക്കിൻ്റെ കൂടെ തന്നെ പിന്നെ എന്തൊക്കെയാണ് അതിൽ പേ ഇൻ സ്ലിപ്പ്, പാസ്ബുക്ക്, പേ ഇൻ സ്ലിപ്പ്, ഡ്യൂലി സീൽഡ് ആൻഡ് ചെക്ക് ബുക്ക്. പെയിൻ സ്ലിപ്പ് എന്ന് പറയുമ്പോൾ എമൗണ്ട് നിക്ഷേപിക്കാനായിട്ട് നമ്മളെടുക്കുന്നൊരു സ്ലിപ്പാണ് ഇത് പെയിൻ സ്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ബാങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതെന്താണ് പെയിൻ സ്ലിപ്പ്, അതേപോലെ തന്നെ എന്താ പാസ്ബുക്ക്, എന്താ ചെക്ക് ബുക്ക്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ SB അക്കൗണ്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സാധാരണ നമ്മൾ ഓപ്പൺ ചെയ്യുന്നൊരു അക്കൗണ്ടാണ് SB അക്കൗണ്ട് എന്ന് പറയുന്നത്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അവിടെ ഹൗ ടു ഓപ്പണിംഗ് എ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, വാട്ട് ഇസ് ദ പ്രൊസീജിയർ ഫോർ ഓപ്പണിംഗ് എ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കണം. അപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ ഇത്രയും ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കണം എന്ന് എഴുതിയിരിക്കണം. ദെൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ അപ്ലിക്കൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ളൊരു വ്യക്തി ഉണ്ടായിരിക്കണം. സ്പെസിമെൻ സിഗ്നേച്ചർ ആൻഡ് റീസെൻറ്റ് ഫോട്ടോഗ്രാഫ്, അതിലെങ്ങനെയാണ് സൈൻ ചെയ്യേണ്ടത് വെച്ചാൽ ആ സ്പെസിമെൻ സിഗ്നേച്ചറും റീസെൻറ്റ് ഫോട്ടോഗ്രാഫ്സുള്ള ആപ്ലിക്കേഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓപ്പണിംഗ് ദ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കണം. ഒബ്റ്റെയിനിങ് ദ ഡോക്യുമെൻറ്റ്, മാത്രമല്ല ഡോക്യുമെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. Then next one is what is meant by passbook, what is meant by pay in slip book and check book. ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് പറയാനുള്ളത്. ദെൻ പാസ്ബുക്ക്, എല്ലാവർക്കും അറിയാം എന്താണ് പാസ്ബുക്ക്. പാസ്ബുക്ക് ഈസ് ആൻ ഒതൻറ്റിക്കേറ്റഡ് കോപ്പി ഓഫ് ദ കസ്റ്റമേഴ്സ് അക്കൗണ്ട് വിത്ത് ദ ബാങ്ക്. ഇറ്റ് ഈസ് ആൻ ഒതൻറ്റിക്കേറ്റഡ് കോപ്പി ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട് വിത്ത് ദ ബാങ്ക്. ഒരു കസ്റ്റമർക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന
ഒരു കോപ്പിയാണിത് ഒരു പാസ്ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അവിടെ എന്താ പറയുക, പാസ്ബുക്ക് ഈസ് എ ഒതൻറ്റിക്കേറ്റഡ് കോപ്പി ഓഫ് ദ കസ്റ്റമേഴ്സ് അക്കൗണ്ട് വിത്ത് ദ ബാങ്ക്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ബാങ്ക്. It records all dealings between the bank and the customer. The passbook is also called as BICAM. It passes periodically between the banker and his customer. The purpose of issuing a passbook to a customer is to acquaint him periodically with the position of his account with the bank. The customer, particularly a businessman, prepare a bank reconciliation statement with the help of his cash book and passbook to find out the returns for difference between the balance as shown in the case of cash book and passbook. Passbook എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ആൻ ഒതൻറ്റിക്കേറ്റഡ് കോപ്പി ഓഫ് ദ കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഇൻ ദ ബാങ്ക്. ഒരു കസ്റ്റമർക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എന്ന് പറയുന്ന ഒരു ഒതൻറ്റിഫൈഡ് ആയിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഒരു രേഖയാണ് ഇത് ഈ പറയുന്ന പാസ്ബുക്ക് എന്ന് പറയുന്നത്. നമ്മൾ ബാങ്കുമായിട്ട് ഏതൊക്കെ തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ടോ ആ ട്രാൻസാക്ഷൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കും, ഈ പറയുന്ന ഈ പാസ്ബുക്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രേഖകൾ ആ പാസ്ബുക്കിൽ കാണിച്ചിരിക്കും. അപ്പോൾ അതാണ് സെക്കൻഡ് നമ്മൾ ആലോചിക്കുന്നത്. ദെൻ അതിൽ പാസ്ബുക്കിൽ അതിൻ്റേതായിട്ടുള്ള ഡീറ്റെയിൽസ് മുഴുവനായിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കും, ഏതൊക്കെ ട്രാൻസാക്ഷൻസ് നടത്തി എന്നുള്ളത്. ഇപ്പോഴൊക്കെ നമ്മൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്, അവിടെ നമ്മുടെ പാസ്ബുക്ക് വെച്ച് ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഓൾറെഡി അതിൽ പ്രിൻ്റ് ചെയ്ത് നമുക്ക് പാസ്ബുക്ക് എടുക്കാവുന്നതാണ്. ഇതല്ലെങ്കിൽ മുൻപൊക്കെ നമുക്കാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാസ്ബുക്ക് കൊണ്ടുപോയിട്ട് ബാങ്കറുടെ അടുത്തുനിന്ന് അതെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻ്റെയും വിവരങ്ങൾ അതിൽ എഴുതി ചേർക്കുമായിരുന്നു. കണ്ടോ? അപ്പോൾ നമ്മുടെ ബാങ്കിങ് ട്രാൻസാക്ഷൻ്റെ ഒരു ഒതൻറ്റിഫൈഡ് ഡോക്യുമെൻ്റാണ് അവിടെ എന്തെന്ന് പറയുന്നത്, പാസ്ബുക്ക് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ +2 ക്ലാസ്സുകളിലൊക്കെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവാം. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാങ്കുമായിട്ടുള്ള ട്രാൻസാക്ഷൻസിൻ്റെ പാസ്ബുക്കും അതേസമയം നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബുക്കും കൂടെ ടാലി ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാറുള്ളത് അല്ലേ. അപ്പോൾ ഈ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ട് നമ്മളത് ടാലി ചെയ്ത് നോക്കാറുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസ് ഉണ്ടോ എന്ന് നോക്കുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പാസ്ബുക്ക് ഉപയോഗിക്കാറുണ്ട്. പാസ്ബുക്കും ക്യാഷ് ബുക്കും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്. പാസ്ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ ബാങ്കിങ് ട്രാൻസാക്ഷന് അല്ലെങ്കിൽ ബാങ്കിലൊരു കസ്റ്റമർ ആണെന്ന് തെളിയിക്കാനോ ബാങ്കിങ് ട്രാൻസാക്ഷൻ്റെ ഒരു ഒതൻറ്റിഫൈഡ് കോപ്പിയാണ് അവിടെ ഇത് പാസ്ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും പാസ്ബുക്ക് സൂക്ഷിച്ചിരിക്കണം. അതാണ് അതിന് നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ ഡോക്യുമെൻറ്റ്. നെക്സ്റ്റ് വൺ ഈസ് പേ ഇൻ സ്ലിപ്പ്. പേ ഇൻ സ്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കൗണ്ടറിൽ കുറേ പേ ഇൻ സ്ലിപ്പ് അവിടെ അങ്ങനെ ഒരു ബുക്കായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മളത് കീറിയെടുത്ത് അത് ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓർക്കുണ്ടാവില്ലേ? അപ്പോൾ ആ പേ ഇൻ സ്ലിപ്പ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്ലിപ്പാണ് ഇത് പേ ഇൻ സ്ലിപ്പ് എന്ന് പറയുന്നത്. എ പേ ഇൻ സ്ലിപ്പ് ബുക്ക് ഈസ് എ ബുക്ക് വിച്ച് കണ്ടെയ്ൻസ് പ്രിൻറ്റഡ് സ്ലിപ്സ് വിത്ത് എ perforated counterfoils to be filled by the depositor himself or by his agent at the time of depositing cash, check, bill, draft, etc. നമുക്ക് ചിലപ്പോൾ ബാങ്കിൽ വേറെ ഏതെങ്കിലും ചെക്ക് കളക്ട് ചെയ്യാൻ കൊടുക്കേണ്ടതായിട്ട് വരും, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടി വരാം, അതല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരാം, ബില്ലുകൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരാം. എന്താണ് നമ്മൾ ബാങ്കിൽ നമ്മൾ ഇത്തരത്തിൽ എന്തെങ്കിലും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ എഴുതി ചേർക്കുന്ന ഒരു സ്ലിപ്പാണ് ഇത് പേ ഇൻ സ്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടാവും, അവിടെ ഒരു 10,000 റുപ്പീസാണ് നമ്മളവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കും. ക്യാഷാണ് നമ്മൾ കൊടുക്കുന്നില്ല. ചെക്കാണെങ്കിൽ ആ ചെക്ക് നമ്പർ ഇട്ടിട്ട് നമ്മൾ പേ ഇൻ സ്ലിപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കും. അവിടെ പേ ഇൻ സ്ലിപ്പിൽ ആരാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുടെ പേര്, അയാളുടെ അക്കൗണ്ട് നമ്പർ, അതിൽ ബിൽ നമ്പർ ആണെങ്കിൽ ബില്ലിൻ്റെ നമ്പർ, ചെക്ക് നമ്പർ ആണെങ്കിൽ ചെക്കിൻ്റെ നമ്പർ, അതുമല്ലെങ്കിൽ ക്യാഷ് ആണെങ്കിൽ ക്യാഷ് എത്ര രൂപയുടെയാണ് അതിൻ്റെ ഡിനോമിനേഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന് 500ൻ്റെ എത്ര നോട്ട്സ് ഉണ്ടോ, 10,000 അല്ലെങ്കിൽ 100, 2,000 ഇതിൻ്റെയൊക്കെ നോട്ട്സൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതി തയ്യാറാക്കിയിട്ടാണ് നമ്മൾ പേ ഇൻ സ്ലിപ്പ് പൂരിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ആ പേ ഇൻ സ്ലിപ്പിൻ്റെ ഒരു സൈഡ് അതിൻ്റെ കൗണ്ടർ ഫയൽ കൂടെ ഉണ്ടായിരിക്കും. ഈ കൗണ്ടർ ഫയൽ കൂടെ ഫില്ല് ചെയ്ത് നമ്മൾ കാഷ്യറെ ഏൽപ്പിച്ച്, ക്യാഷ് ആണെങ്കിൽ ക്യാഷ് കൂടെ ഏൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സീൽ ചെയ്ത് അതിൻ്റെ കൗണ്ടർ ഫയൽ നമുക്ക് തന്നെ തിരിച്ചു തരാറുണ്ട്. ഈ കൗണ്ടർ ഫയലാണ് നമ്മൾ ബാങ്കിൽ ക്യാഷ് നിക്ഷേപിച്ചു എന്ന് പറയുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ കയ്യിലുള്ള ആധികാരികമായിട്ടുള്ള രേഖ. അപ്പോൾ എ പേ ഇൻ സ്ലിപ്പ് ബുക്ക് ഈസ് എ ബുക്ക് വിച്ച് കണ്ടെയ്ൻസ് പ്രിൻറ്റഡ് സ്ലിപ്സ് വിത്ത് പെർഫോറേറ്റഡ് counterfoils to be filled in by the depositor himself or by his agent at the time of depositing cash, check, bill, draft, etc. To the credit of this account, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് വഴി അതൊന്നുകിൽ ചെക്കായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ബില്ലായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടായിരിക്കാം. ഇത് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു
പേപ്പറിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ദെൻ അവിടെ പേയിങ് സ്ലിപ്പ് എന്ന് പറയുന്നത്. ദിസ് സ്ലിപ്പ് കണ്ടെയ്ൻസ് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ അക്കൗണ്ട് നമ്പർ, name of the persons or whose favor money is paid, in date of payment, amount and signature of the depositor. അതായത് അതിൽ നമ്മളിതെല്ലാം നമ്മുടെ അക്കൗണ്ട് നമ്പർ എഴുതിയിരിക്കണം, എത്ര രൂപയാണെന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കണം, ഏത് ഡേറ്റിലാണെന്ന് എഴുതിയിരിക്കണം, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നയാളുടെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. ഇത്ര കാര്യങ്ങൾ കൂടെ ഫില്ല് ചെയ്തുകൊണ്ടാണ് ക്യാഷും അതും കൂടെ നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യുന്നത്. After billing in all details on the foils and counterfoil, the customer hand over the same to the bank together with the cash, check or draft as the case may be. The banker acknowledges the receipt of the same by signing the counterfoils along with the bank stamp and returns to the customer. അതെല്ലാം റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൗണ്ടർ സൈൻ ചെയ്തുകൊണ്ട് ദെൻ അതിൻ്റെ കൗണ്ടർ ഫോയിൽ ആർക്ക് റിട്ടേൺ ചെയ്യും, കസ്റ്റമർക്ക് റിട്ടേൺ ചെയ്യും. ദിസ് ഈസ് കൺസിഡേർഡ് ആസ് എ പ്രൂഫ് ഓഫ് ദ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദ കസ്റ്റമർ ടു ദ ബാങ്ക്. നമ്മൾ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുന്നതിൻ്റെ ഒരു എന്താ പറയുക കൗണ്ടർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എവിഡൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കൗണ്ടർ ഫോയിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പാസ്ബുക്ക് എന്ന് മനസ്സിലായി. സെക്കൻഡ് കാറ്റഗറിയിൽ വാട്ട് ഈസ് മെൻ ബൈ പേയിങ് സ്ലിപ്പ്. പേയിങ് സ്ലിപ്പ് എന്ന് പറയുന്നത് പ്രിൻറ്റഡ് സ്ലിപ്പ് വിത്ത് പെർഫറേറ്റഡ് കൗണ്ടർ ഫോയിൽസ് ടു ബി ഫിൽഡ് ബൈ ദ ഡെപ്പോസിറ്റർ ഹിംസെൽഫ് ബൈ ഹിസ് ഏജൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ഡെപ്പോസിറ്റിംഗ് ക്യാഷ്, ചെക്ക്, ബില്ല്, ഡ്രാഫ്റ്റ് എക്സെട്ര. ഇത്രയാണ് അതിന് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് മെൻ ബൈ ചെക്ക് ബുക്ക്. ചെക്ക് ബുക്കിലെ ചെക്ക് ബുക്ക് ഈസ് എ ബുക്ക് വിത്ത് കണ്ടെയ്ൻ 10 to 20 blank check with counterfoils. The checks are serially numbered. Checkbook is issued to a customer to facilitate withdrawals and payments to third parties. If a checkbook is exhausted by the customer, can get a new one by sending the requisition slip found within the checkbook itself. അതായത് ചെക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വെച്ചാൽ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനോ അതുമല്ലെങ്കിൽ ക്യാഷ് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ പേയ്മെൻറ്റ് നടത്താനൊക്കെ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി ഡോക്യുമെൻ്റ് ആണ് ഇത് ചെക്ക് എന്ന് പറയുന്നത്. ചെക്ക് എല്ലാവർക്കും അറിയാം, ചെക്ക് ലീഫ് കണ്ടിട്ടുണ്ടായിരിക്കും. 15 or 20 സ്ലിപ്പുകളോട് കൂടിയിട്ടുള്ള ഒരു ബുക്കായിരിക്കും അവിടെ ചെക്ക് ബുക്ക് എന്ന് പറയുന്നത്. ആ ചെക്ക് എഴുതാനായിട്ട് നിങ്ങൾക്കറിയാം. ആ ചെക്ക് ബുക്കിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾ എമൗണ്ട് എഴുതിയിരിക്കണം, അത് തന്നിരിക്കുന്ന കോളത്തിൽ എമൗണ്ട് എഴുതിയിരിക്കണം, ഡേറ്റ് ഇട്ടിരിക്കണം. അതേസമയം ആർക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് വെച്ചാൽ അയാളുടെ പേര് എഴുതിയിരിക്കണം. എമൗണ്ട് വേർഡ്സിലും അതേപോലെ തന്നെ ഫിഗേഴ്സിൽ നമ്മളതിൽ എൻ്റർ ചെയ്തിരിക്കണം. സ്പെസിമെൻ സിഗ്നേച്ചർ കൊടുത്തിരിക്കണം. ഇത്രയൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ചെക്ക് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അപ്പോൾ ബാങ്കിൽ നിന്ന് എമൗണ്ട് പിൻവലിക്കാനോ മറ്റൊരാൾക്ക് പേയ്മെൻറ്റ് നടത്താനോ ഒരു കസ്റ്റമർ ഉപയോഗിക്കുന്ന വാല്യുബിൾ ഡോക്യുമെൻ്റ് ആണ് അവിടെ ഇത് ചെക്ക് എന്ന് പറയുന്നത്. കണ്ടോ? ദെൻ നമുക്ക് ചെക്ക് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ബാങ്കറോട് നമുക്കത് ആവശ്യപ്പെടാവുന്നതാണ്. ദെൻ ഇത്രയാണ് നമുക്ക് ഏതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, SB അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ദെൻ വൺ ഓഫ് ദി അക്കൗണ്ടാണ് ഇത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ദെൻ ഫസ്റ്റ് വൺ ഈസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, സെക്കൻഡ് വൺ ഈസ് കറണ്ട് അക്കൗണ്ട്, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ദെൻ ലാസ്റ്റ് വൺ ഈസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് സാധാരണക്കാർ ഓപ്പൺ ചെയ്യുന്നൊരു അക്കൗണ്ടാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ അവിടെ മെയിൻ എയിം ഓഫ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ടു പ്രൊവൈഡ് ആൻഡ് സേഫർ ആൻഡ് അറ്റ് ദ സെയിം ടൈം പ്രോഫിറ്റബിൾ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. അല്ലേ, ശരിക്കും നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ സേഫ്റ്റി ആയിട്ടുള്ള സെക്യൂർഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു അക്കൗണ്ടാണ് ഇത് SB അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് SB അക്കൗണ്ട് എന്താണ്, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് SB അക്കൗണ്ട്, വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് സേവിങ്സ് അക്കൗണ്ട് ആൻഡ് ഓപ്പണിംഗ് ദ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണ് ആരംഭിക്കുക, ചിലപ്പോൾ അത് ചോദിക്കാറുണ്ട്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാനുള്ള പ്രൊസീജിയേഴ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കണം, ഫോട്ടോഗ്രാഫ്സ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ ഏജും മറ്റൊക്കെ തെളിയിക്കാനുള്ള ഡോക്യുമെൻസിൻ്റെ കോപ്പി ഉണ്ടായിരിക്കണം. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ളൊരു അപ്ലിക്കൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ളൊരു വ്യക്തി ഉണ്ടായിരിക്കണം. സ്പെസിമെൻ സിഗ്നേച്ചർ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇത്രയും ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോം കൂടെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞിരിക്കുന്ന പൈസയും അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കിട്ടും. ദെൻ അവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് അതിൻ്റെ എവിഡൻസ് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ്, പാസ്ബുക്ക്, ചെക്ക് ബുക്ക് എല്ലാം നമുക്ക് ബാങ്കർ ഇഷ്യൂ ചെയ്യും. ATM കാർഡ് കൂടെ ഇപ്പോൾ നമുക്കത് ഇഷ്യൂ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ടുണ്ട്. Then next topic is current account. A current account is a running and active account
which may be operated upon any number of times during the working days. There is no restrictions regarding the number and amount of withdrawals from a current account. The banker is liable to repay the amount of deposit on demanded by the customer. Hence, current deposit are also known as demand deposit. Current deposit is also called as demand. Current deposits are also called as demand deposit. Current deposit is more suitable to big businessmen, institutions and public authorities, joint stock companies, etc., where numerous transactions take place every day. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, എല്ലാ ബിസിനസ്മാനും അതുപോലെ തന്നെ കമ്പനീസും ഒക്കെ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് ഇത് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. കറണ്ട് അക്കൗണ്ട് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. നമ്മൾ ആവശ്യപ്പെടുന്ന പക്ഷം തന്നെ നമുക്ക് എന്ത് ചെയ്തിരിക്കണം, വിഡ്രോ ചെയ്യാനായിട്ട് അനുവദിച്ചിരിക്കുന്ന ഒരു അക്കൗണ്ടാണ്. അവിടെ ഒട്ടും തന്നെ നമുക്ക് അവിടെ എന്തില്ല, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യപ്പെടുന്നില്ല. അതേസമയം തന്നെ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. കറണ്ട് അക്കൗണ്ട് ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം തന്നെ ധാരാളം ട്രാൻസാക്ഷൻസ് നടത്താനുള്ള അനുമതി കൂടെയുണ്ട് കേട്ടോ. അപ്പോൾ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ റണ്ണിങ് ആൻഡ് ആക്റ്റീവ് അക്കൗണ്ട് വിച്ച് മേ ബി ഓപ്പറേറ്റഡ് അപ്പോൺ എനി നമ്പർ ഓഫ് ടൈംസ് ഡ്യൂറിങ് വർക്കിംഗ് ഡേയ്സ്. വർക്കിംഗ് ഡേയ്സിൽ തന്നെ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടത്താനുള്ള അനുമതിയോടുകൂടി ആരംഭിക്കുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. ദർ ഈസ് നോ റെസ്ട്രിക്ഷൻസ് റിഗാർഡിംഗ് ദ നമ്പർ ആൻഡ് എമൗണ്ട് ഓഫ് വിഡ്രോവൽസ് ഫ്രം ദി current account. The banker is liable to repay the amount of deposit and demand by the customer. Current deposit are also known as demand deposit. Current deposit is also known as demand deposit. Current deposit is more suitable to big businessmen, institutions and public authorities, joint stock companies, etc., where numerous transactions take place every day. ഒരു ദിവസം തന്നെ നമ്മളോട് പറയുന്നുണ്ട് ഇയർലി 150, അതിപ്പോൾ ഇൻക്രീസ് ചെയ്ത് ഏകദേശം 250 ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു സേവിങ്സ് അക്കൗണ്ടിനെ കുറിച്ച്. പക്ഷേ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ ഒരു ദിവസത്തിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ നമുക്ക് നടത്താൻ പറ്റാവുന്ന ഒരു ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റാവുന്ന ഒരു അക്കൗണ്ടാണ് ഇത് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ആരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്, ബിസിനസ്മാനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഈ അക്കൗണ്ട് പറയുന്ന മറ്റൊരു പേരാണ് ഇത് ഡിമാൻഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഇതിനെന്താ പറയുക, ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് കൂടെ പറയുന്നുണ്ട്. Then what are the next one is what are the features of current account? ഈ കറണ്ട് അക്കൗണ്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? This type of account is generally operated by businessman. Then no restrictions exist on the transactions. നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻസിൽ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാത്ത ഒരു അക്കൗണ്ടാണ്, യാതൊരു ട്രാൻസാക്ഷൻസും ഇല്ലാത്തൊരു അക്കൗണ്ടാണ് ഇത്, റെസ്ട്രിക്ഷൻസും ഇല്ലാത്തൊരു അക്കൗണ്ടാണ് ഇത് ദെൻ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നോ റെസ്ട്രിക്ഷൻസ് എക്സിസ്റ്റ് ഇൻ ദ ഓൺ ദി ട്രാൻസാക്ഷൻസ്. ദ നെക്സ്റ്റ് വൺ ഈസ് നോർമലി നോ ഇൻട്രസ്റ്റ് ഈസ് പേബിൾ ടു ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സ്. അതല്ലാതെ ഈ ഡെപ്പോസിറ്റിന്, കറണ്ട് ഡെപ്പോസിറ്റിന് യാതൊരു തരത്തിലും അവിടെ എന്ത് ചാർജ് ചെയ്യുന്നില്ല, ഒരു ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ബാങ്ക് ചാർജസ് സം എമൗണ്ട് ഫ്രം ദ ഡെപ്പോസിറ്റേഴ്സ് ഫോർ ഓപ്പറേറ്റിംഗ് ആൻ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ചില ചാർജസ് ഏർപ്പെടുത്താറുണ്ട്. ചെക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. മിനിമം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 1000 to 3000 വരെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിൽ പറയുന്ന കറണ്ട് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സിൽ പറയുന്നത്. ദെൻ what are the advantages of കറണ്ട് അക്കൗണ്ട്? കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് കൊണ്ടുണ്ടാകാവുന്ന അഡ്വാൻറ്റേജസ്. ആ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എ കറണ്ട് അക്കൗണ്ട് ഈസ് വെരി മച്ച് എസെൻഷ്യൽ ഫോർ ബിസിനസ്മാൻ ഹു വാണ്ട്സ് ടു ഓപ്പറേറ്റ് ദ അക്കൗണ്ട് വിത്ത് എനി റെസ്ട്രിക്ഷൻസ്. യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ ഒരുപാട് തവണ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് തവണ നമ്മൾ A current account is very much essential for businessman who wants to operate an account without any restrictions. ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ ഒരുപാട് തവണ ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഒരു അക്കൗണ്ടാണ് ഇത് കറണ്ട് അക്കൗണ്ട്. ദർ ഈസ് ഫെസിലിറ്റി ഫോർ പേയ്മെൻറ്റ് ത്രൂ ചെക്ക്. അവിടെ ഇഷ്ടം പോലെ നമുക്ക് എന്തെങ്കിലും ബിസിനസ്സുകാർ തമ്മിലുള്ള ഇടപാടുകളാണ്, ധാരാളം ചെക്കുകൾ കൈമാറാനായിട്ടുള്ള അവസരമുണ്ട്. ദർ ഈസ് എ ഫെസിലിറ്റി ഫോർ പേയ്മെൻറ്റ് ത്രൂ ചെക്ക്. തേർഡ് പാർട്ടി ചെക്സ് വിൽ എൻഡോഴ്സ്മെൻറ്റ് മേ ബി ഡെപ്പോസിറ്റ് ഇൻ ദ കറണ്ട് അക്കൗണ്ട് ഫോർ കളക്ഷൻ ആൻഡ് ക്രെഡിറ്റ്. മാത്രമല്ല മറ്റുള്ള ബിസിനസ് ഹോൾഡേഴ്സിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്ന ചെക്കുകളോ ബില്ലുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കളക്ഷന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് എവിടെയാണ്, ദെൻ ഇവിടെയായിരിക്കും കറണ്ട് അക്കൗണ്ടിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ബില്ലോ ചെക്കുകളോ ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതാണ് അവിടെ തേർഡ് പോയിന്റ് പറയുന്നത്. തേർഡ് പാർട്ടി ചെക്ക് വിത്ത് എൻഡോഴ്സ്മെൻറ്റ് മേ ബി ഡെപ്പോസിറ്റഡ് ഇൻ ദ കറണ്ട് അക്കൗണ്ട് ഫോർ കളക്ഷൻ ആൻഡ് ക്രെഡിറ്റ്. The next one is
banks give overdraft facility only through current account holders. And one of the important feature is current account is overdraft facilities allowed. That is one of the important feature. നമുക്കറിയാലോ, നമ്മൾ പല എക്സാമ്പിളും പഠിക്കുമ്പോൾ ബിസിനസ് ഹോൾഡേഴ്സ് ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് ഇത് കറണ്ട് അക്കൗണ്ട്. അതേസമയം തന്നെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അനുവദിക്കുന്ന ഒരു അക്കൗണ്ട് ഏത് മാത്രമാണ്? നമുക്കൊരു 1,00,000 രൂപയേ ഉള്ളൂ, അത് 1,10,000 രൂപ നമുക്ക് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 10,000 രൂപയും കൂടെ നമുക്ക് അവിടെ ഓവർ ഡ്രാഫ്റ്റ് അനുവദിക്കും എന്ന് പറയുന്ന ഒരു അക്കൗണ്ടാണ് ഇത് ദെൻ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. ബാങ്ക്സ് ഗീവ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഓൺലി ത്രൂ ദ കറണ്ട് അക്കൗണ്ട്. ദെൻ ലാസ്റ്റ് പോയിന്റ് ഈസ് loans and advances granted by the banks to the customers are not given immediately in cash but credited in their current account. ആ പോയിന്റിൽ പറയുന്നത് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഗ്രാൻറ്റഡ് ബൈ ദ ബാങ്ക്സ്, ലോൺസോ അഡ്വാൻസസോ ഗ്രാൻറ്റ് ചെയ്യുന്നുണ്ട്. Loans and advances granted by the banks to the customers are not given immediately in cash but credited in their current account. അപ്പോൾ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അവിടെ കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് ലോൺസ് ആൻഡ് അഡ്വാൻസ് ഗ്രാൻറ്റഡ് ബൈ ദ ബാങ്ക്സ് ടു കസ്റ്റമേഴ്സ് ആർ നോട്ട് ഗിവൺ ഇമ്മീഡിയറ്റ്ലി ഇൻ ക്യാഷ് ബട്ട് ക്രെഡിറ്റഡ് ഇൻ ദെയർ കറണ്ട് അക്കൗണ്ട്. Then these are the advantages of current account. അപ്പോൾ എന്താണ് കറണ്ട് അക്കൗണ്ട് എന്ന് പഠിച്ചു. അതേപോലെ തന്നെ what are the features of current account and what are the advantages of current account. Then അവിടെ ലാസ്റ്റ് ടോപ്പിക്, what is the difference between സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? ദെൻ അവിടെ റെസ്ട്രിക്ഷൻസ്, സം റെസ്ട്രിക്ഷൻസ് ആർ റിഗാർഡിംഗ് ദ നമ്പർ ഓഫ് വിഡ്രോവൽസ് ആൻഡ് എമൗണ്ട് ഇൻ ദ കേസ് ഓഫ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, നോ സച്ച് റെസ്ട്രിക്ഷൻസ് ഇൻ ദ കേസ് ഓഫ് കറണ്ട് അക്കൗണ്ട്. ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻസ്. അതുപോലെ തന്നെ ഇവിടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ കറണ്ട് അക്കൗണ്ടിൽ എത്രമാത്രം ട്രാൻസാക്ഷൻസ് വേണമെങ്കിലും ആവാം. യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാത്ത അക്കൗണ്ടാണ് ഇത് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് ഈസ് ടു എൻകറേജ് സേവിങ്സ് ഓഫ് ദ പീപ്പിൾ. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇറ്റ് എൻകറേജ് ദ സേവിങ് ഹാബിറ്റ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ സേവിങ്സ് ഹാബിറ്റ് ഇൻക്രീസ് ചെയ്യുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആരംഭിക്കുന്ന, സേവിങ് ഹാബിറ്റ് ഇൻക്രീസ് ചെയ്യുക എന്ന് എൻകറേജ് ചെയ്യുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഒരു അക്കൗണ്ടാണ് ഇത്. ദെൻ സേവിങ്സ് അക്കൗണ്ട് ടു ഹെൽപ്പ് ടു ബാങ്കിങ് ഓപ്പറേഷൻസ് വിത്തൗട്ട് റെസ്ട്രിക്ഷൻസ്. കറണ്ട് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ടു ഹെൽപ്പ് ടു ഡു ബാങ്കിങ് ഓപ്പറേഷൻ വിത്തൗട്ട് റെസ്ട്രിക്ഷൻസ്. അവിടെ സേവിങ് ഹാബിറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമൊന്നുമല്ല. അവിടെ ചെയ്യുന്നത് എന്താണ്, ഈസി ആയിട്ടുള്ള ഒരുപാട് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യാനുള്ളൊരു അനുമതി കൊടുക്കുന്നതാണ് ഇത് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സേവിങ്സ് അക്കൗണ്ടിലെ ടു എൻകറേജ് ദ സേവിങ്സ് ഓഫ് ദ പീപ്പിൾ, കറണ്ട് അക്കൗണ്ടിലെ ടു ഹെൽപ്പ് ടു ബാങ്കിങ് ഓപ്പറേഷൻസ് വിത്തൗട്ട് റെസ്ട്രിക്ഷൻസ്. Then third one is usefulness to lower and middle income group. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ലോവർ ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പിനെ ഉദ്ദേശിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഒരു അക്കൗണ്ടാണ് ഇത് സേവിങ്സ് SB അക്കൗണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ബിസിനസ് പീപ്പിൾസിന് മാത്രം ഓപ്പൺ ചെയ്യാവുന്ന ഒരു അക്കൗണ്ടാണ് ഇത് കറണ്ട് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മിനിമം ഡെപ്പോസിറ്റ് ഈസ് 100 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മിനിമം ഡെപ്പോസിറ്റ് വേരീസ് ബിറ്റ്വീൻ 1,000 to 3,000. അത് പലപ്പോഴും കാലങ്ങൾക്കനുസരിച്ച് അതിങ്ങനെ മാറ്റം വരാറുണ്ട്. ഇൻട്രസ്റ്റ്, സ്മോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ഇൻ ദ കേസ് ഓഫ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന് ചെറിയ രീതിയിലൊരു ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഒരിക്കലും കറണ്ട് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിനെ ഇത് ഏത് സമയം വിഡ്രോ ചെയ്യുന്നതുകൊണ്ട് ഒരു തരത്തിലും അവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യാറില്ല, ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാറില്ല. അപ്പോൾ അതാണ് അവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നതിൽ വളരെ what is the difference between savings bank account and current account. Savings bank account, some restrictions regarding the number of transactions in the case of savings bank account, no such restrictions in the case of current account. That is one of the limitation. Then second one is savings bank account, it encourages the saving habit of the people, and current account it helps to do banking operation without restrictions. Then third point is to lower and middle in the main യൂസ്ഫുൾനെസ് എന്ന് പറയുന്നത് ടു ലോവർ ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പാണ്. ദെൻ അവിടെ എന്താണ് ബിസിനസ് പീപ്പിൾ. മിനിമം ഡെപ്പോസിറ്റ് മിനിമം 100 rupees വരെ കൊടുത്തിട്ടുണ്ട്. ദെൻ കറണ്ട് അക്കൗണ്ടിൽ മിനിമം 1,000 to 3,000 ആണ്. ഇൻട്രസ്റ്റ്, സ്മോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ്. അവിടെയാണെങ്കിൽ നോ ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ചോദിക്കാം. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ്
ഓപ്പണിംഗ് എ കറണ്ട് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ SB അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ ഇവിടെ ഓപ്പണിംഗ് എ കറണ്ട് അക്കൗണ്ട്, എങ്ങനെയായിരിക്കും ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ദ പ്രൊസീജിയർ ഫോർ ഓപ്പണിംഗ് എ കറണ്ട് അക്കൗണ്ട് ഈസ് സിമിലർ to the opening of a savings account. But if the account is opened by a company or partnership firm or any other institution, the copy of the bylaws or other documents are to be furnished to the bank. ദെൻ സെയിം നമ്മളൊരു SB അക്കൗണ്ട് ആരംഭിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ എന്തും ആരംഭിക്കുന്നത്, ദെൻ കറണ്ട് അക്കൗണ്ടും ആരംഭിക്കുന്നത്. SB അക്കൗണ്ട് ആരംഭിക്കുന്ന പോലെ തന്നെയാണ് കറണ്ട് അക്കൗണ്ടും ആരംഭിക്കുന്നത്. പക്ഷേ അവിടെ പറയുന്നത് ദ പ്രൊസീജിയർ ഫോർ ഓപ്പണിംഗ് എ കറണ്ട് അക്കൗണ്ട് ഈസ് സിമിലർ ടു ദ ഓപ്പണിംഗ് ഓഫ് എ സേവിങ്സ് അക്കൗണ്ട്. സേവിങ്സ് അക്കൗണ്ടും അതുപോലെ തന്നെയാണ് ആരംഭിക്കുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം ഓർ ഇൻ ദ കേസ് ഓഫ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി then the copy of the bylaws or other documents are to be furnished to the bank. അതൊരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിലോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിലോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ബൈലോ, അതായത് പാർട്ട്ണർഷിപ്പൊക്കെ ആണെങ്കിൽ അതിന് പാർട്ട്ണർഷിപ്പ് ഡീഡ്, അതേപോലെ തന്നെ അതിൻ്റെ നിയമാവലികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ആരംഭിക്കാനായിട്ട്. ഇതൊരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കറണ്ട് അക്കൗണ്ട് ആണോ, ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ കറണ്ട് അക്കൗണ്ട് ആണോ, അപ്പോൾ അതിൻ്റെ ബൈലോസ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഒരു ഡോക്യുമെൻ്റ് ഒരു അക്കൗണ്ട് ആരംഭിക്കാനായിട്ട്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് അതിൽ പറയാനുള്ളത്. ദെൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്. ഇന്നത്തെ ടോപ്പിക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട് ഏതൊക്കെ അക്കൗണ്ടുകളാണ് നമുക്ക് ബാങ്കിൽ സാധാരണ രീതിയിൽ ആരംഭിക്കാവുന്ന അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്. സാധാരണ ജനങ്ങൾ ആരംഭിക്കുന്ന അക്കൗണ്ടാണ് ഇത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുന്നത്? ദെൻ അവിടെ അവരുടെ സേവിങ് ഹാബിറ്റ് മൊബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരംഭിക്കുന്ന ഒരു മിഡിൽ ഇൻകം ഗ്രൂപ്പിനെയും അതുപോലെ തന്നെ ലോ ഇൻകം ഗ്രൂപ്പിനെയും ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന ഒരു അക്കൗണ്ടാണ് ഇത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ SB അക്കൗണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലെടുത്തത്. SB അക്കൗണ്ട് എന്താണ്, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് SB അക്കൗണ്ട്, SB അക്കൗണ്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക, വാട്ട് ആർ ദി പ്രൊസീജിയർ ഫോർ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട്, ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുക, അക്കൗണ്ട് ആരംഭിക്കാനായിട്ട് അത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹൗ ടു ഓപ്പൺ എ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് സാധാരണ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഓരോ കുട്ടികൾക്കും അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊസീജിയേഴ്സാണ് പറഞ്ഞു തന്നത്. ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കണം. ആപ്ലിക്കേഷൻ ഫോം ഡ്യൂലി നമ്മൾ തെറ്റുകൂടാതെ ഫില്ല് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഏജ് കാണിക്കുന്ന SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതിൻ്റെ കോപ്പി അറ്റാച്ച് ചെയ്തിരിക്കണം. അതേ പാൻ കാർഡ് നമ്പർ ഉണ്ടായിരിക്കണം. ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. സ്പെസിമെൻ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. ദെൻ ഫോട്ടോഗ്രാഫ്സ് ഉണ്ടായിരിക്കണം. ഇത്രയും കൂടെ ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തുകൊണ്ട് ബാങ്കിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. അത് ഒന്നാമത്തെ പ്രൊസീജിയർ. സെയിം ടൈം നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ബാങ്കിലൊരു കസ്റ്റമർ, അതായത് ഒരു ജെന്യൂവിൻ അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യണേ എന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട് ഹീസ് എ റെസ്പെക്റ്റബിൾ പേഴ്സൺ, ഈ പറയുന്ന ആൾ റിലയബിൾ ആണ്, റെസ്പെക്റ്റബിൾ ആണ് എന്നൊക്കെ നമ്മളെ സാക്ഷ്യപ്പെടുത്തുക, നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളുടെ സിഗ്നേച്ചർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ സിഗ്നേച്ചർ എന്തിനു വേണ്ടിയിട്ടാണ്? ഫർദർ വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സിഗ്നേച്ചർ നമ്മളത്. അപ്പോൾ അത്രയും ഞാൻ പറഞ്ഞു, ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട പ്രൊസീജിയറിനെ കുറിച്ച് പറഞ്ഞു. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ചില ദെൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ്? പാസ്ബുക്ക് ഉണ്ടായിരിക്കാം, ചെക്ക് ബുക്ക് ഉണ്ടായിരിക്കാം, പെയിൻ സ്ലിപ്പ് ഉണ്ടായിരിക്കാം. ഇനി ബാങ്കിൽ പോയി കഴിഞ്ഞാൽ എന്താ പാസ്ബുക്ക് എന്ന് അറിയാതിരിക്കരുത്, ചെക്ക് ബുക്ക് ഏതാണെന്ന് അറിയാതിരിക്കരുത്. അങ്ങനെ ഇതൊക്കെ വ്യക്തമായിട്ട് ചെക്ക് ബുക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, പാസ്ബുക്ക് എന്താണ് അതിൻ്റെ പർപ്പസ്, ഒരു ഒതൻറ്റിഫൈഡ് കോപ്പിയാണ് ഇത് പാസ്ബുക്ക് എന്ന് പറയുന്നത്. ഒരു കസ്റ്റമറാണ് എന്ന് തെളിയിക്കുന്ന ഒതൻറ്റിഫൈഡ് കോപ്പിയാണ് അതിൻ്റെ പാസ്ബുക്ക് എന്ന് പറയുന്നത്. പാസ്ബുക്ക് അതാത് സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അത് റിന്യൂ ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മൾ ബാങ്കുമായി നടത്തിയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഇതിൽ കാണാം നമുക്ക് നമ്മുടെ പാസ്ബുക്കിൽ. ഈ പാസ്ബുക്ക് ആരാ ഫില്ല് ചെയ്യുക? ബാങ്കറായിരിക്കും പാസ്ബുക്ക് ഫില്ല് ചെയ്യുക. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക. പെയിൻ സ്ലിപ്പ് എന്ന് പറയുമ്പോൾ എന്താ, അതൊരു എല്ലാ ബാങ്കിലും പോയാൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരു പേപ്പറാണ് ഇത്. പെയിൻ സ്ലിപ്പ് കൗണ്ടറിൽ തന്നെ നമുക്ക് വെച്ചിട്ടുണ്ടായിരിക്കും. അതിൽ നമ്മൾ ഫില്ല് ചെയ്ത് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ക്യാഷോ ചെക്കോ ഡ്രാഫ്റ്റോ ബില്ലോ ഒക്കെ നമ്മൾ എന്തിലൂടെയാണ്, പെയിൻ സ്ലിപ്പിലൂടെയാണ് ഫില്ല് ചെയ്തുകൊണ്ടാണ് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുക. അതാണ് പെയിൻ സ്ലിപ്പ് എന്ന് പറയുന്നത്.
ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡോക്യുമെൻ്റാണ് അവിടെ ഇത് ചെക്ക് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ചെക്ക് ബുക്ക് നമുക്ക് വേറെ ആൾക്ക് പേയ്മെൻറ്റ് നടത്താനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ചെക്ക് ബുക്ക് ഉപയോഗിക്കാറുണ്ട്. ദെൻ അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് സേവിങ്സ് അക്കൗണ്ട് അത്രയും കൂടെ നോക്കുക. പാസ്ബുക്ക് ഇത് ഇത്രയും. പിന്നെ കറണ്ട് അക്കൗണ്ട്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അക്കൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ അത്രയും നന്നായിട്ട് വായിച്ച് നോക്കാം. താങ്ക് യു.